ഏതു നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിലും പൊതുവായ ചില സവിശേഷതകളുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാരാകട്ടെ ഒന്നിലും പെടാതെ മാറി നിൽക്കുന്നവരുമായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർ ഇത്തരത്തിലുള്ളവരാണ്. കാരണം ഇവർക്ക് മറ്റുള്ളവരുമായി സാമ്യമില്ലാത്ത ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. നക്ഷത്രഫലം ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലവും അവരുടെ ഭാവിയും സ്വഭാവവും നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്നും എന്തൊക്കെയാണ് ഇവരുടെ പ്രതിസന്ധികൾ, നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ എന്നും നമുക്ക് നോക്കാവുന്നതാണ്. 27 നക്ഷത്രങ്ങളിൽ 6ാമത്തെ നക്ഷത്രമാണ് തിരുവാതിര. ഭഗവാൻ പരമേശ്വരന്റെ നക്ഷത്രമാണ് ഇത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഗണം മാനുഷവും, നക്ഷത്രം സ്ത്രീയും, മൃഗം ശ്വാവ്, വൃക്ഷം കരിമരം, പക്ഷി ചെമ്പോത്ത്, ഭൂതം ജലം എന്നിവയാണ്. വിദ്യാരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രമാണ് തിരുവാതിര. ഈ നക്ഷത്ര ജാതരുടെ സ്വഭാവ സവിശേഷതകളും ഭാഗ്യവും നേട്ടവും കോട്ടവും നമുക്ക് നോക്കാം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ വിദ്യ കൊണ്ട് പരിജ്ഞാനമുള്ളവരും ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരുമായിരിക്കും. എന്നാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് വളരെ കുറച്ചിലായാണ് ഇവർ കണക്കാക്കുന്നത്. മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരുമായിരിക്കും. ഇതുകൂടാതെ ഏത് ജോലിയും വളരെയധികം കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കുന്നതിന് ഇവർ മിടുക്കരായിരിക്കും. സഹായം ചെയ്തവരോട് ചില സമയങ്ങളിലെങ്കിലും ഇവർ നന്ദികേട് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ഉറച്ച മനസ്സിന് ഉടമയല്ല ഇവർ. ദുർവാശിയും ദുരഭിമാനവും കൂടുതലുള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. ഒന്നിലും സ്ഥിരതയില്ലാതെ നിൽക്കുന്നവരായിരിക്കും. സഹനശക്തി വളരെ കുറവായിരിക്കും ഇവർക്ക്. ഒരു കാര്യത്തിലും മനസ്സ് ഉറച്ചു നിൽക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടാൽ അവരോട് ദേഷ്യം വെച്ച് പെരുമാറുന്നവരായിരിക്കും ഇവർ. വാദപ്രതിവാദങ്ങൾക്ക് ഉചിതമായ മറുപടി തിരുവാതിര നക്ഷത്രക്കാർ നൽകും. ഇവർക്ക് ബുദ്ധിയും വാചാലതയും കഴിവും വളരെയധികം കൂടുതലായിരിക്കും. തൊഴിലിനോടുള്ള ആത്മാർത്ഥത പലപ്പോഴും ഇവരിൽ കൂടുതൽ വേദനകൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതിന് താല്പര്യം ഉള്ളവരായിരിക്കും ഇവർ. ഇവർക്ക് നേരത്തെയുള്ള വിവാഹം പലപ്പോഴും പിരിഞ്ഞു താമസിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ മുഖത്ത് മറ്റുള്ളവരെ വശീകരിക്കുന്നതിനുള്ള വശ്യതയുണ്ടായിരിക്കും. അമിത ദേഷ്യമാണ് ഇവരുടെ പ്രത്യേകത. ദേഷ്യം വന്നാൽ ഇടം വലം നോക്കാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ. ഏകാന്തത ഇവരെ വളരെയധികം മടുപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് താമസ സ്ഥലം മാറിക്കൊണ്ടിരിക്കും എന്നൊരു പ്രത്യേകതയും ഇവരിലുണ്ട്. സ്ത്രീകളോട് അല്പം ആകർഷണം കൂടുതലായിരിക്കും. ഉപജീവനത്തിന് വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വരുന്നുണ്ട്. മറ്റുള്ളവരോട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതിനും അതിൻ്റെ പേരിൽ വഴക്കിനും ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആകർഷകമായ കണ്ണുകളും ശരീരവും തന്നെയാണ് ഇവരുടെ പ്രത്യേകത. നല്ല സ്വഭാവവും സമാധാനപരമായ പെരുമാറ്റവും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെയധികം സൂത്രശാലികളായിരിക്കും. വിവാഹ ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസം നിറഞ്ഞതായിരിക്കും. ചിലരിൽ വിവാഹമോചനത്തിനുള്ള സാധ്യത വരെയുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ. ഭർതൃ കുടുംബത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പിന്തുണയോ സ്നേഹമോ ലഭിക്കില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇവർ വളരെയധികം മുന്നിലായിരിക്കും. ഏത് വിഷയത്തിലും ഇവർ മുന്നിലേക്ക് വരുന്നുണ്ട്. ഗവേഷണത്തിൽ ഇവർ പ്രഗത്ഭരായിരിക്കും. ബിസിനസ്, വിദ്യാഭ്യാസം ഇത് രണ്ടുമായിരിക്കും ഇവരുടെ മേഖലകൾ. സയൻസിലും കണക്കിലും ഇവർ മുൻപന്തിയിലായിരിക്കും. ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
എന്നാൽ ഗവേഷണത്തിൽ പൊതുവെ പ്രഗത്ഭരായിരിക്കും. ഇലക്ട്രോണിക് വിഷയങ്ങളിലും ഫാർമസ്യൂട്ടിക്കൽ വിഷയങ്ങളിലും ഇവർ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. തൊഴിൽ മേഖലയിലും അല്പം ശ്രദ്ധിക്കണം. ഇവർക്ക് തിളങ്ങാൻ സാധിക്കുന്ന തൊഴിൽ മേഖല വാർത്താവിനിമയം, ട്രാൻസ്പോർട്ട്, ടെക്നീഷ്യൻ, സംഗീതം, പരസ്യങ്ങൾ, ഗ്രന്ഥരചന, പണമിടപാടുകൾ, ജ്യോതിശാസ്ത്രം, കമ്മ്യൂണിക്കേഷൻ, ജലവിഭവം, സംഗീതം, ഔഷധ വ്യാപാരം എന്നിവയെല്ലാം ഇവരുടെ തൊഴിൽ മേഖലയാണ്. ഇതുകൂടാതെ സെക്യൂരിറ്റി, സൂപ്പർവൈസർ, ടീം ലീഡ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം ജോലി സാധ്യത ഇവരെ തേടിയെത്തുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പാരാലിസിസ്, ഹൃദയാഘാതം, പല്ലിന് ക്ഷതം, ആസ്മ, ചെവിവേദന, ആർത്തവ പ്രശ്നങ്ങൾ, രക്തവാതം, മൂത്രാശയ രോഗങ്ങൾ, നടുവേദന, ഗർഭാശയ രോഗങ്ങൾ, ന്യൂമോണിയ എന്നിവയെല്ലാം ഇവരെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇതുകൂടാതെ ഇവർക്ക് അനുകൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, കാർത്തിക, മകേര്യം, തിരുവാതിര, പുണർദം, ആയില്യം, അത്തം, ചിത്തിര, വിശാഖം, മൂലം, പൂരാടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നിവയാണ്. ഇവരിൽ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂയം, ഉത്രാടം, തിരുവോണം, കാർത്തിക, രേവതി, ഭരണി, ഉത്രം, രോഹിണി, മകം എന്നിവയാണ് പ്രതികൂല നക്ഷത്രങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.